Get on my head. 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 ഹായ് എവരിബഡി, ഇറ്റ്സ് മീ എച്ച് എൽ മോഹൻ. നമ്മളിന്ന് കാണാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു 6000 വർഷം പഴക്കമുള്ള ഒരു ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. എനി ഗസ്? യെസ്, ഇറ്റ് ഈസ് എടക്കൽ കേവ്. 6000 ഇയേഴ്സ് ചരിത്രം അടങ്ങുന്ന ഒരു പ്രസിദ്ധമായ വയനാടിൻ്റെ ഗുണ കേവ് എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ എടക്കൽ കേവിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു ഏരിയയാണിത്. അമ്പലവയൽ പ്രദേശത്തുള്ളൊരു ക്വാറിയാണ്, നിർത്തിപ്പോയൊരു ക്വാറിയാണ്. പക്ഷെ ഇപ്പം ഇത് ഫങ്ഷനിങ് അല്ല. എന്തായാലും താങ്ക്സ് ടു ദ ഒഫീഷ്യൽസ്. കാരണം മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ ഒരു പര്യായമാണ് ഇതെല്ലാം. ഇത്രയും വലിയ മല അത് പൊട്ടിച്ച് എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നു. ഇതിലേക്ക് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വയനാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കും ഈ ഒരു ഏരിയ ഒക്കെ. ഇതേപോലെ ഒരുപാട് ക്വാറികളുണ്ട്. ഓക്കെ, എനിവേ ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. വയനാടിൻ്റെ ടൂറിസം രണ്ടാമതും ഉണർന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വയനാട്ടിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളും അമ്യൂണിറ്റീസും ഒക്കെ വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് സമയം കളയാണ്ട്, അധികം നെഗറ്റീവ് ഒന്നും പറയാണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് എടക്കൽ കേവിലെ കാഴ്ചകൾ കാണാം. വളരെ വിശാലമായ പാർക്കിംഗ് സോണ് പല തട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 1000-ന് മുകളിൽ വെഹിക്കിൾസ് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ഒരു പാർക്കിംഗ് സോണിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 1 കിലോമീറ്റർ ഈ ഗേറ്റ് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റം കയറി കഴിഞ്ഞെങ്കിൽ മാത്രമേ ടിക്കറ്റിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. ആ ഗേറ്റ് കഴിഞ്ഞിങ്ങ് കയറുമ്പം അവിടെ തന്നെ നമുക്ക് കാണാം പാറകളിൽ ചില ചിത്രങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നതും അതുപോലെ അക്ഷരങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചിരിക്കുന്നതൊക്കെ കാണാം. ഈ കാഴ്ചകളൊക്കെ കണ്ട് ആ ചെങ്കുത്തായ കയറ്റം 1 കിലോമീറ്റർ നമ്മൾ കയറണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര സമയം മുതലാണ് എത്ര സമയം വരെ എന്നുള്ളത് എടക്കൽ കേവിൻ്റെ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കയറ്റം എന്ന് പറയുന്നത് ബിഗ് ടാസ്ക്കാണ്. ഈ കയറ്റം 1 കിലോമീറ്റർ കയറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടിക്കറ്റിംഗ് പോയിന്റിലെത്തി ടിക്കറ്റ് എടുക്കാൻ സാധിക്കൂ. പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് 70-80 ഡിഗ്രി കയറ്റം. ഇപ്പം പറയാൻ പറ്റിയൊരു ഡയലോഗ് എന്താ അറിയോ? എന്താ ചോദിച്ചു? ജാങ്കോ ഞങ്ങൾ പെട്ടു എന്നുള്ള ഡയലോഗ് മാത്രമേ പറയാനുള്ളൂ. കാരണം താഴ്ന്ന് നമ്മൾ കണ്ട ആ ഗേറ്റില്ലേ, ആ ഗേറ്റിൽ നിന്ന് ടിക്കറ്റിംഗ് പോയിന്റിലേക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ചെറിയ നടത്തമൊന്നുമല്ല, കുത്തനെ അറൗണ്ട് ഒരു 60-70 ഡിഗ്രി ചെരിവുള്ള ഒരു കയറ്റം കയറിയിട്ട് വേണം നമുക്കെത്താൻ. ഇനിയും ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നിടത്തു നിന്ന് ഒരു 600 മീറ്റർ നടക്കണം. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. പാറകളും മരങ്ങളും തണലൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കയറ്റം. അപ്പം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ പ്ലാൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും യാത്ര ഭയങ്കര രസകരമാണ് കേട്ടോ. കാരണം ആ വഴികളിലൊക്കെ നമുക്ക് തണൽ പാകിക്കൊണ്ട് മരങ്ങൾ 2 വശങ്ങളിലുമായിട്ടുണ്ട്. അതൊരു പന്തൽ പോലെ നമുക്ക് തണൽ തരുന്നു. ആ ഒരു സൗണ്ടും അതുപോലെ കുരങ്ങന്മാരും ഒക്കെ. ആ ചേച്ചി നമ്മളോട് പറയുകയാണ്, മക്കളെ വെള്ളം കൊണ്ട് പോയിക്കോളൂ അല്ലെങ്കിൽ പെട്ടുപോകുന്നത്. അത്രത്തോളം കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു ഹബ്ബിലെത്തി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചായ, വെള്ളം വേണമെങ്കിൽ കുടിക്കാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മലയുടെ ആ മുകൾ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അങ്ങോട്ടേക്കാണ്, ആ മലയാണ്, ചെങ്കുത്തായ ആ മലയാണ് നമ്മൾ കയറേണ്ടത്. വഴിനീളെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇവിടെയുള്ള ടൂറിസ്റ്റിനെ കാത്തു നിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാർ. തിരക്ക് വളരെ കുറവാണ്, ആയി തുടങ്ങുന്നതേ ഉള്ളൂ. കുരങ്ങന്മാരും അതുപോലെ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ യാത്രയിൽ. പല ആളുകളും പകുതിക്ക് വെച്ച് യാത്ര നിർത്തുകയാണ്. കാരണം അവർക്ക് ആ കയറ്റം കയറാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെറുപ്പക്കാർ മാത്രമേ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ 1 കിലോമീറ്റർ നമ്മൾ ചെങ്കുത്തായ കയറ്റം കയറി നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടറാണ്. ഇവിടെ ക്ലോക്ക് റൂം ഒക്കെ അവൈലബിൾ ആണ്. ലഗേജൊക്കെ സേഫായിട്ട് വയ്ക്കാം.
അഡൽസിന് 50 റുപ്പീസും ചിൽഡ്രൻസിന് 30 റുപ്പീസും അതുപോലെ തന്നെ 1000 റുപ്പീസ് ഫോട്ടോഷൂട്ടിന് ഒക്കെ ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. കുപ്പിവെള്ളം ഈ ഒരു എടയ്ക്കൽ കേവിൻ്റെ ആ ബൗണ്ടറിക്കകത്ത് കൊണ്ടുപോകുന്നതിന് 20 രൂപ നമ്മൾ മുൻകൂറായിട്ട് അടച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതാണ്. അത് വളരെ കർക്കശമായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു പാർട്ട്. അങ്ങനെ ആ പ്രവേശന കവാടം കഴിഞ്ഞ് ഞാനും കിച്ചുവും പതുക്കെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. ഇതൊന്നും വലിയ ഉയരത്തിലല്ല, ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതാ ഇനിയാണ് ചെങ്കുത്തായ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാഴ്ചകൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ആകാംക്ഷയോടുകൂടി ആ ഒരു ചരിത്രമുറങ്ങുന്ന എടയ്ക്കൽ കേവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിനകത്തൂടെയുള്ള ഒരു നടപ്പാത, ആ പാറകളിലൊക്കെ ചവിട്ടി അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് സ്റ്റെപ്പ്, പാറകൾ കൊണ്ട് തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ 2 വഴികളിലായിട്ട് മുകളിലേക്ക് കയറാം. ഞാനിപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് ജസ്റ്റ് മുകളിലെത്തി. നമുക്ക് 2 വേ പോകാം. ഒന്ന് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പ് വഴി കയറിപ്പോവാം. 6000 വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ് എടയ്ക്കൽ ഗുഹകളുടേത്. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഈ എടയ്ക്കൽ ഗുഹ. കേരളത്തിലെ പുരാതന സ്മാരകമായി കണക്കാക്കുന്ന ഒരു ഗുഹയാണിത്. നമ്മുടെ സീ ലെവലിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഉയരത്തിലുള്ള അമ്പുകുത്തി മലയുടെ മുകളിലാണ് ഈ എടയ്ക്കൽ ഗുഹ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ശില്പങ്ങളും ലിഖിതങ്ങളുമാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും അതേസമയം അപൂർവവുമായ പുരാവസ്തുവായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വലിയ ചരിത്രമല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ മുകളിലെത്തി. ഒരു പകുതി ഭാഗം എത്തിയുള്ളൂ കേട്ടോ. ചെങ്കുത്തായ പാറകളാണ് 2 സൈഡും നമുക്ക് കാവലായിട്ട് നിൽക്കുന്നത്. സംരക്ഷിത സ്മാരകം എടയ്ക്കൽ ഗുഹ, അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സോണിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് വിശ്രമിച്ചിട്ട് മുകളിലേക്ക് കയറാം. അതിനുവേണ്ടി അവിടെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ നാച്ചുറലായിട്ട് തന്നെ. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ള കേട്ടോ. ഒരു പ്രത്യേക ക്ലൈമറ്റും ആ പാറകളുടെ തണുപ്പും ഒക്കെ ആയിട്ട് ഒരു വന്യതയും ഒരു മനോഹാരിതയും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വളരെ നാരോ ആയിട്ടുള്ള ആ പാറയുടെ ഇടയ്ക്കിലൂടെ നമ്മൾ കയറി പോകണം മുകളിലേക്ക്. ശരിക്കും ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ എടയ്ക്കൽ ഗുഹ എന്നുള്ളൊരു വേ ആണ് നമ്മളിതാ പോകുന്നത്. നമ്മളങ്ങനെ കയറി അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസിലെത്തി. ഇവിടെയല്ല, ഇതും കഴിഞ്ഞ് മുകളിലേക്ക് പോകണം. ഓരോ സ്ഥലത്തും അവർ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ആദ്യ ഒരു ഗുഹയാണ്. ഇതിന് മുകളിലാണ് ആ ലിഖിതങ്ങളൊക്കെയുള്ള ഗുഹ, മുകളിലാണുള്ളത്. നമ്മളങ്ങനെ ഫസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഈ ഗുഹകളുടെ ഒരു പുരാതന ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ലിപികൾ 6000 വർഷത്തിൽ അടക്കം ചെയ്ത ആ ഒരു ലിപികളാണ്. അതാണ് ഗവേഷകർ പറയുന്നത്. ഇത് മനുഷ്യരുടെ ആദ്യകാല ജീവിത ശൈലി വ്യക്തമാക്കുന്ന ചിത്രലിപികളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ശിലാപാളികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളുടെ ആദിമകാല മനുഷ്യരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ ഒക്കെ നമുക്ക് ആ ലിപികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ ലിപികളുടെ ഇടയ്ക്ക് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പ്രതീകാത്മകമായ രൂപങ്ങളും അവർ കൊത്തിവെച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് എടയ്ക്കൽ ഗുഹ 2 പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ഒരു ചെറിയ ഭൂകമ്പത്തോടുകൂടി വലിയ 2 പാറകൾ തമ്മിൽ വിച്ഛേദം സംഭവിച്ചതുകൊണ്ട് നിലനിർത്തിയ ഈ ഗുഹകൾ, അതായത് 2 പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറ കുടുങ്ങിക്കിടക്കുകയാണ്. 2 വലിയ പാറകളെ പിളർത്തിക്കൊണ്ട് ഇടയ്ക്കൊരു പാറ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഇടയ്ക്കുള്ള കല്ല് എന്ന പേരിലാണ് ആ പേര് വന്നിരിക്കുന്നത്. ഈ ഗുഹകളുടെ ഒരു നിഗൂഢതയും അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വളരെ ക്യൂരിയോസിറ്റി കൊടുക്കുന്ന കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്കൂടെ ഒരു ട്രക്കിങ് അല്ലെങ്കിൽ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാട്ടോ മുകളിലേക്കുള്ളത്. റോഡെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ഇടനാഴി പോലെ നമ്മൾ പോകുന്നു. നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ തന്നെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സ്റ്റെപ്പും അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഡേഞ്ചറാണ്. പ്രോപ്പറായി
നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. നോക്കൂ, ആ 2 സൈഡിലുള്ള പാറകൾ എത്ര വലിയ പാറകളല്ലേ. ഇത് ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു വന്നതാണ്. കയറും തോറും പിന്നെയും മുകളിലേക്ക് കയറി പോവുക എന്ന് പറഞ്ഞ പോലെയാണ്. അത്യാവശ്യം മുകളിലേക്ക് നല്ല രീതിയിൽ കയറാനുണ്ട്. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഫെഡറിക് ഫോഷെ അദ്ദേഹമാണ് ഈ ഗുഹകളുടെ ഒരു പുരാവസ്തു പ്രാധാന്യം ആദ്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിന്നീട് ഒരുപാട് പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും ഒക്കെ എത്തി ഇവിടെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രാചീനതയെപ്പറ്റി ആധികാരികമായ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അങ്ങനെയൊക്കെയാണ്. എടയ്ക്കൽ ഗുഹയ്ക്കകത്തുള്ള ആ ചിത്രലിപികളുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് വളരെയധികം സന്ദർശകരെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ചരിത്ര പ്രധാനമായ ഒരു സ്ഥലം. എടയ്ക്കൽ ഗുഹകളുടെ ആ ഒരു ചരിത്രം, പുരാവസ്തു പ്രാധാന്യം, അതുപോലെ പുരാതന ജീവിത രീതി എന്നിവയെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ആധുനിക കാലം വരെ ഈ ഗുഹകൾ ചരിത്ര പ്രധാനമായൊരിടം ശരിക്കും പറഞ്ഞാൽ നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും ഈ ആധുനിക യുഗത്തിലും ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളങ്ങനെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നും നമ്മൾ ഇത്ര നേരം ആകാംക്ഷയോടുകൂടി സഞ്ചരിച്ച ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് ഫൈനലായിട്ടുള്ള ഈ ഗുഹയിലാണ്. ഇതാണ് റിയലായിട്ടും എടയ്ക്കൽ കേവ് എന്ന് പറയുന്നത്. 2 ഭാഗത്തുമുള്ള ലെഫ്റ്റിലും റൈറ്റിലുമുള്ള വലിയ പാറ, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കൊച്ചു പാറ കണ്ടില്ലേ, ആ 2 പാറകൾ ജാമാക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു ഇടയ്ക്കുള്ള കല്ല് എന്നുള്ള രീതിയിലാണ് എടയ്ക്കൽ എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത്. ഈ സൈഡിലുള്ള ലെഫ്റ്റിലും റൈറ്റിലുള്ള പാറകളിൽ ഒരുപാട് ലിപികളുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിൻ്റെ കുറച്ചൊന്ന് കോർണറിലേക്ക് പോയി കഴിഞ്ഞപ്പം നമുക്ക് പുറത്തെ കാഴ്ചകൾ ആ ഒരു ഗ്യാപ്പിലൂടെ കാണാൻ സാധിക്കും കേട്ടോ. അത് ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഗുണ കേവിലൊക്കെ സംഭവിച്ച പോലെ ഉള്ള അപകടങ്ങൾ സംഭവിക്കും. വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആ 2 പാറകളുടെ ഇടയ്ക്കൂടെ അങ്ങ് ദൂരെയായിട്ട് പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത് നേരിട്ട് വന്ന് കാണുമ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ, നമുക്ക് ആ ഒരു ഫിലിം, ആ ഗുണ കേവിനകത്തെ ഫിലിം കണ്ടില്ലേ, ആ ഒരു മൂവി കണ്ട ഒരു ഫീലാണ്. നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാനൊന്ന് സറൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ആ പാറകളുടെ ആ ഒരു പ്രാധാന്യം അപ്പോൾ മനസ്സിലാവും. ഇതാണ് ഇടയ്ക്കുള്ള കല്ല്, എടയ്ക്കൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം. ആ ഒരു പേര് വന്നതിന് കാരണം അങ്ങനെയാണെന്ന് പറയുന്നത്. ഇതിനകത്താണ് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത്. അവർ പോറിയിട്ട അല്ലെങ്കിൽ അവർ കോറിയിട്ട ആ ലിഖിതങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഗുഹയിൽ അവർ പോറിയിട്ട ശിലാശില്പങ്ങളുണ്ടല്ലോ, പ്രാചീന കാലത്തെ മതപരമായ കാഴ്ചപ്പാടുകൾ, സാമൂഹിക രീതികൾ എന്നിവയുടെ തെളിവുകളാണ് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പുരാതന ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങളുടെ ആദിമ ജനതക ആചാര വിശ്വാസങ്ങളുടെ തെളിവുകളായിട്ടാണ് ഈ ചിത്രലിപികൾ കണക്കാക്കുന്നത്. ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ചില ചിത്രങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കലാസൗന്ദര്യവുമായിട്ട് സാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് എടയ്ക്കൽ ഗുഹയെ ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമാക്കിയത് അതാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലിപി ഉണ്ടല്ലോ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2000 പുലിയെ പിടിച്ച ഒരാളുടെ കഥയാണ് എന്നാണ് പറയുന്നത്. ഗുഹയിലെ ശില്പ ചിത്രങ്ങൾ, അതിൽ കാണുന്ന ചിത്രങ്ങളുണ്ടല്ലോ, മനുഷ്യരുടെ വിവിധ അവസ്ഥകളെയും ദൃശ്യങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ചില ചിത്രങ്ങൾ ദൈവിക പ്രതീകങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. മനുഷ്യ അവയവങ്ങളുടെ രൂപകൽപ്പനയായിട്ടും ഇത് കണക്കാക്കുന്നുണ്ട്. പിന്നെ പ്രാചീന കാലത്ത് ഇവിടെ മനുഷ്യവാസം നടന്നതിൻ്റെ തെളിവായിട്ടും ഇത് നമ്മൾ കണക്കാക്കി വരുന്നു. ഈ ചിത്രങ്ങൾ പ്രാദേശിക ആശയവിനിമയത്തെക്കുറിച്ചും പുരാതന മനുഷ്യരുടെ കലാ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അറ്റ് പ്രസൻറ്റ്, അതായത് നമ്മുടെ ഈ സമയത്ത് എടയ്ക്കൽ ഗുഹ ചരിത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും അതോടൊപ്പം തന്നെ എടയ്ക്കൽ ഗുഹകൾ മറ്റ് ചരിത്ര സ്മാരകമെന്ന നിലയിലും ശ്രദ്ധേയമാണ്. ദിവസേന എത്ര ആളുകളറിയോ ഇവിടെ ഈ ചിത്രങ്ങളും ലിപികളും പഠിക്കാനും കാണാനും ഒക്കെ ആയിട്ട് വന്നു പോകുന്നത്. എടയ്ക്കൽ ഗുഹ ഇപ്പം പൈതൃക സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സൂക്ഷ്മ പരിചരണത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരുപാട് സംതൃപ്തിയോടുകൂടി ഞങ്ങൾ ആ ഗുഹയ്ക്ക് പുറത്തിറങ്ങി.
പുറത്തിറങ്ങിയാൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നിന്ന് കാണാവുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ കയറി നിൽക്കുന്നത് എന്ന് ഈ ഒരു കാഴ്ച കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഹൈറ്റ്, 1200 മീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. വയനാടിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ഭാഗം നമുക്ക് കാണാം. ഒരു പ്രത്യേക എന്തായാലും വയനാട്ടിലേക്ക് വരുമ്പോൾ മറക്കാണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് എടക്കൽ കേവ്. ഇതാ നമ്മൾ കയറി വന്ന ആ സ്റ്റെപ്പ് അതേപോലെ ഇറങ്ങിപ്പോകണം. കപ്പിൾസും ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഓരോ ആളുകളും തിരിച്ചിറങ്ങുന്നത്. കാരണം അത്രത്തോളം മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയും ഈ ഗുഹയിലെ ആ ലിപികളും ഒക്കെ അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉളവാക്കുന്ന ഒന്നാണ്. ഒന്നും പറയാനില്ല. ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകണം, കയറി വരണം. ഇനിയും കയറിയിടത്തോളം ദൂരം ടൗണിലേക്ക് ഇറങ്ങണം. ഭയങ്കര റിസ്ക് കേട്ടോ. ഭയങ്കര റിസ്ക് ആണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ഒരു ഡീമോട്ടിവേഷനായിട്ട് ആരും എടുക്കണ്ട. കാരണം നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്തൊരു സ്ഥലത്തേക്ക് വന്ന് നമുക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദിവസമൊക്കെ സ്പോയിലാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അത്രത്തോളം ഹെൽത്തിയും അത്രത്തോളം എന്തൂസിയാസ്റ്റിക് ആണെങ്കിൽ മാത്രം നമ്മളിങ്ങോട്ടേക്ക് വരിക. ആർക്കും വരാൻ സാധിക്കും. ഞാൻ ഈ വരുന്ന കാഴ്ചയിൽ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂളായിട്ട് കയറി പോകുന്നതൊക്കെ കണ്ടു. അത് ഓരോ മൈൻഡ് സെറ്റും അവരുടെ ഹെൽത്ത് ഇതുപോലെ ഇരിക്കും. ഇറങ്ങുന്ന യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് പാറയിൽ വളർന്നു നിൽക്കുന്ന ഒരു മരം. അതായത് മണ്ണിൻ്റെ സപ്പോർട്ടില്ല, അതിൻ്റെ വേര് ആ പാറകളിൽ മാത്രം പിടിച്ച് നിന്നുകൊണ്ട് എന്തോരം വലുപ്പത്തിൽ ആ മരം വളർന്നു നിന്നിരിക്കുന്നത് നോക്കിയേ. അത്യാവശ്യം നല്ല തണൽ കയറുന്ന മരമാണ്. ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. വളരെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. പാറയിൽ പിടിച്ച് കയറുന്ന കുരങ്ങന്മാർ, അതുപോലെ തന്നെ ആ ഭൂകമ്പം നടന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു നിഗമനമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നതും അതേപോലെ വേറെ വഴിയിലൂടെയാണ് ഇറങ്ങുന്നത്. എങ്കിൽ പോലും ആ നാരോ ആയിട്ടുള്ള കുറേ ഇടവഴികൾ താണ്ടി വേണം നമുക്ക് ഇനിയും താഴേക്ക് എത്താൻ. കുട്ടികളും കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രത്തോളം വലിയ ചരിത്ര സ്മാരകം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് വളരെ സുഗമമായ രീതിയിൽ നടന്ന് കയറാനും ഇറങ്ങാനും പാകത്തിന് ഗവൺമെൻറ് വളരെ ഭംഗിയായി തന്നെ പ്രൊട്ടക്ഷനോടുകൂടി തന്നെ എല്ലാ സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ടിറങ്ങി അതിൻ്റെ കവാടത്തിലെത്തി. കറക്റ്റ് ടൈമായിരുന്നു, അത് ക്ലോസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അവർ ആ ഡോറ് ക്ലോസ് ചെയ്തു. ഒരാൾ പോലും മുകളിലില്ല എന്ന് ഉറപ്പ് വരുത്തി ഗാർഡ് നമ്മളുടെ ഏറ്റവും ബാക്കിലായി വന്ന് അവർ കൺഫേം ചെയ്തതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത് വയനാട്ടിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ചാണ്. അങ്ങനെ എടക്കൽ കേവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസും സാധനങ്ങളൊക്കെ നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അവർ എന്നും ക്ലിയർ ചെയ്യുന്നുണ്ട്. കണ്ടാലറിയാം. അപ്രീഷിയേറ്റബിളാണ്. റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ മറ്റൊരു പാർട്ടാണ്. വെരി ഗുഡ്. അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നവർക്ക് 5,000 അവർ പെനാൽറ്റി അടിക്കുന്നുണ്ട്. സോ ബി കെയർഫുൾ. ഓക്കെ. സോ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. എടക്കൽ കേവ് കണ്ട് ചില്ലറ നയിപ്പൊന്നും അല്ല കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് ആരും വരണ്ട. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ മാത്രം, നിങ്ങൾ ഏജ്ഡ് ആണെങ്കിൽ കൂടെ ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ വേസ്റ്റ് ആവും. കയറുന്നതിനേക്കാളും കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. വേറെ സത്യം പറയട്ടെ, ഞാനും ആദ്യമായിട്ടാണ് എടക്കൽ കേവ് കാണുന്നത്. നിങ്ങളെപ്പോലെ വ്ളോഗിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ഏജിനിടയ്ക്കും ഞാനിവിടെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. കിച്ചുവോ? ഞാനും ഫസ്റ്റ് ടൈമാണ്. സത്യം ഇതിലെ പോകുന്നുണ്ടെന്നുള്ളൂ, പക്ഷേ ഇങ്ങോട്ട് കയറുന്നു. അതാണ്, ഞങ്ങൾ വയനാട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളും കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഓസം ലൈഫിൻ്റെ കൂടെ ഈ എടക്കൽ കേവിലെ കാഴ്ചകൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ്. ഓസം ലൈഫ്. കിച്ചു കൊണ്ടുവിട്ടാൽ കൂടെ മറക്കണ്ട. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. കീപ് ഫോളോ ആൻഡ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം വയനാട് ഇപ്പം ടൂറിസം കയറി വരികയാണ്. ആ ഒരു ഡിസാസ്റ്ററിന് ശേഷം ഈ ഭാഗമൊക്കെ ഓപ്പൺ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരിക. ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട് കാണാൻ. ഓക്കെ. സോ ഹാപ്പി വീക്കെൻഡ്. ടേക്ക് കെയർ.
എങ്ങനെയുണ്ട് ഈ ഒരു സാധനം? എങ്ങനെയുണ്ട് ചു? ഒന്നുകൂടെ കടിച്ചേ. വൈബല്ലേ? കാരണം മോര് വെള്ളം കുടിച്ചു, അതിനുശേഷം അവൻ കഴിക്കുന്ന മാങ്ങയാണ്. ഇനിയിപ്പോൾ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് എവിടെയാന്ന് നോക്കാം. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസം കേട്ടോ. മണ്ണിൻ്റെ സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന ആ മരം നോക്ക്, വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാം. ഇത്ര വലുപ്പത്തിലാണ് ആ പാറപ്പുറത്ത് അള്ളിപ്പിടിച്ചത് വളരുന്നത്. എന്തായാലേ പ്രകൃതിയുടെ ഓരോ വികൃതികൾ എന്ന് പറയുന്നത്. ഡേഞ്ചറാണ്, പക്ഷേ മണ്ണിനേക്കാളും ബലത്തിലാണ് അത് പിടിച്ചു നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ആ പാറ ശരിക്കും പറഞ്ഞാൽ അതിനെ രണ്ടാക്കി പുലർത്തിക്കൊണ്ടാണ് അത് ആ വേര് നിൽക്കുന്നത്. പാറയേക്കാളും സ്ട്രോങ് ആണ് അതിൻ്റെ വേരുകൾ. മൈ ഗുഡ്നസ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങിപ്പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു 73 ഏജ് ആയിട്ടുള്ള ഒരു അങ്കിളാണ് ഈ പോകുന്നത്.